ശബരിമല തീർത്ഥാടനം സമാപിച്ചതിന് പിന്നാലെ തിരുവാഭരണ മടക്ക ഘോഷയാത്ര പമ്പ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. ഗണപതി ഹോമത്തിന് ശേഷം രാവിലെ 6:15 18-ാം പടിയിറങ്ങി പെരിയസ്വാമി മരുതവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം യാത്രയായി. വനപാതയിലൂടെയാണ് 30-അംഗ സംഘത്തിന്റെ മടക്കം. ജനുവരി 23-ന് പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ എത്തും. ആദ്യ പെട്ടിയിലാണ് 18-ാം പടി കയറി ഭഗവാനെ ചാർത്തുന്ന തിരുവാഭരണം. തിരുമുഖം, പ്രഭ, ചുരിക, വാൾ, പുഷ്കല, പൂർണ്ണരൂപങ്ങൾ, ആന, കടുവ, പുലി രൂപങ്ങൾ, വലംപരി ശംഖ് തുടങ്ങിയവയുമുണ്ട്. 2 പെട്ടികൾ മാളികപ്പുറത്തേക്കാണ് കൊണ്ടുപോയത്. പന്തളം രാജപ്രതിനിധി കളഭാഭിഷേകത്തിന് നൽകിയ കുംഭകുടം ഉൾപ്പെടെ 2-ാം പെട്ടിയിലാണ്. ഈ പെട്ടിയും 18-ാം പടിയിലൂടെയാണ് താഴെ എത്തിച്ചത്. തലപ്പാറമല, ഉടുമ്പാറമലയുടെ കൊടികൾ, അയ്യപ്പന്റെ തിടമ്പ്, നെറ്റിപ്പട്ടം തുടങ്ങിയവ 3-ാം പെട്ടിയിലും വിളക്കെഴുന്നള്ളിപ്പിന് ഇവയാണ് ഉപയോഗിച്ചത്. കൊല്ലമൂഴി, നിലയ്ക്കൽ വഴിയുള്ള മടക്കയാത്രയിൽ ലാഹവനം വകുപ്പ് ഓഫീസിന് സമീപമുള്ള സത്രത്തിൽ വിശ്രമിക്കും. ജനുവരി 21-ന് പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദർശനവുമുണ്ട്. ജനുവരി 22-ന് ആറന്മുള കൊട്ടാരത്തിൽ വിശ്രമം. ഇവിടെ പെട്ടി തുറന്ന് കാണിക്കുന്ന തിരുവാഭരണം ദർശിക്കാൻ അവസരവുമുണ്ട്. തുടർന്ന് പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിക്കും. ജനുവരി 23-ന് കൊട്ടാരത്തിലെത്തും. ഐഫോറിയ ന്യൂസ്, പാല.